നമസ്കാരം. മനുഷ്യനെന്നും സ്വപ്നം കാണുന്ന ഒന്നാണ് ടൈം ട്രാവൽ. ഭൂതകാലത്തിലേക്ക് പോയി തെറ്റുകൾ തിരുത്താനോ ഭാവിയിലേക്ക് പോയി വരാനിരിക്കുന്നത് എന്താണെന്നറിയാനോ ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. എന്നാൽ സിനിമകളിലും നോവലുകളിലും മാത്രം കണ്ടിട്ടുള്ള ഈ പ്രതിഭാസം സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാലോ? അതാണ് ആൻഡ്രൂ ബാസിയാഗോ മർക്കം എന്ന മാഡ്മാൻ മർക്കം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ നായകന്റെ കഥയൊന്നുമല്ല. 1990കളിൽ അമേരിക്കയിലെ മിസോറിയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ്. ആൻഡ്രൂ മർക്കം ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ പുസ്തകങ്ങളിൽ പഠിച്ച അറിവിനേക്കാൾ സ്വന്തം പരീക്ഷണങ്ങളിൽ വിശ്വസിച്ച ഒരു സെൽഫ് ടോട്ട് തിങ്കർ. വീടിന്റെ പിന്നാമ്പുറത്ത് രാത്രികാലങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന ഭീകരമായ ശബ്ദങ്ങളും മിന്നൽ പിണരുകളും അയൽക്കാരെ പോലും ഭയപ്പെടുത്തിയിരുന്നു. മർക്കത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ച് ഒരു ടൈം മെഷീൻ നിർമ്മിക്കുക. മർക്കം തന്റെ ടൈം മെഷീൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് വലിയ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമറുകളാണ്. ഒരു കൂറ്റൻ ഇലക്ട്രിക് ആൻഡ് സിസ്റ്റം അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ജേക്കബ്സ് ലാഡർ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ അതിശക്തമായ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ സമയത്തിന്റെ പാളികളിൽ വിള്ളലുണ്ടാക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പരീക്ഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അന്തരീക്ഷത്തിലെ മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടായതായും വായുവിൽ വിചിത്രമായ ഓളങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു പടി കൂടി കടന്ന് തൻ്റെ മെഷീന് മുന്നിൽ വെച്ച വസ്തുക്കൾ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അവകാശവാദങ്ങൾ മാത്രമായിരുന്നില്ല. മർക്കത്തിന്റെ ഓരോ വാക്കിലും എന്തോ വലിയ കണ്ടുപിടുത്തത്തിന്റെ ആവേശമുണ്ടായിരുന്നു. മർക്കത്തിന്റെ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് ഒരു രാത്രിയിലാണ്. പതിവ് പോലെ പരീക്ഷണങ്ങൾക്കിടയിൽ വലിയൊരു ശബ്ദം കേട്ടതായും പിന്നാലെ മർക്കത്തെ കാണാതായതായും ഇന്റർനെറ്റിൽ കഥകൾ പ്രചരിച്ചു. തകർന്നുപോയ മെഷീനും കരിപിടിച്ച ചുവരുകളും മാത്രമാണ് അവിടെ അവശേഷിച്ചത്. അയാൾ ടൈം ട്രാവൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഇന്റർനെറ്റ് ലോകം വിധിയെഴുതി. ഒരു സാധാരണ മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി കൊണ്ട് സമയത്തെ കീഴടക്കി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വർഷങ്ങൾക്ക് ശേഷം മർക്കം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ലോകപ്രശസ്തമായ കോസ്റ്റ് ടു കോസ്റ്റ് AM എന്ന റേഡിയോ ഷോയിൽ അതിഥിയായി എത്തിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ലോകം അമ്പരന്നു. താൻ ഭാവി കണ്ടുവെന്നും നമ്മുടെ ലോകത്തിന് സമാനമായ എന്നാൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൻ്റെ പരീക്ഷണങ്ങൾക്കിടയിൽ ഉണ്ടായ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. എന്നാൽ തൻ്റെ പക്കൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. മർക്കത്തിൻ്റെ അവകാശവാദങ്ങളെ ശാസ്ത്രലോകം തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്: വൈദ്യുതിയും തലച്ചോറും അതിശക്തമായ കാന്തിക മണ്ഡലങ്ങളും. ഹൈ വോൾട്ടേജ് വൈദ്യുതിയും മനുഷ്യന്റെ തലച്ചോറിൽ മിഥ്യാധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മർക്കം കണ്ടത് ടൈം ട്രാവൽ അല്ല, മറിച്ച് വൈദ്യുതി അദ്ദേഹത്തിന്റെ നാഡീവ്യൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാകാം. അമിതമായ ആവേശം. വർഷങ്ങളോളം ഒരു കാര്യത്തിൽ മാത്രം മുഴുകിയിരിക്കുമ്പോൾ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകാം. മർക്കം തന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമായി വിശ്വസിച്ചതാകാം. ഇന്റർനെറ്റിലെ ഫോറങ്ങളിൽ വരുന്ന പകുതി സത്യങ്ങളും പകുതി ഭാവനയും കലർന്ന കഥകൾ മർക്കത്തെ ഒരു അമാനുഷികനായി ചിത്രീകരിച്ചു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കഥകൾ പ്രചരിച്ചത്. കഥകൾ മാറ്റി നിർത്തിയാൽ മർക്കത്തിനെതിരെ പോലീസ് കേസുകൾ ഉണ്ടായിരുന്നത് എന്നത് സത്യമാണ്. തന്റെ പരീക്ഷണങ്ങൾക്കായി പ്രാദേശിക ഇലക്ട്രിക് ഗ്രിഡിൽ നിന്ന് വൻതോതിൽ വൈദ്യുതി മോഷ്ടിച്ചതിനും ട്രാൻസ്ഫോർമറുകൾ നശിപ്പിച്ചതിനും അദ്ദേഹം പിടിയിലായിട്ടുണ്ട്. ഈ നിയമപ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളുമാകാം ഒരുപക്ഷെ അദ്ദേഹത്തെ കുറച്ചുകാലം അപ്രത്യക്ഷനാകാൻ പ്രേരിപ്പിച്ചത്. ഒരു സാധാരണക്കാരന്റെ പരീക്ഷണം ഇത്ര വലിയ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? മറുപടി വളരെയധികം ലളിതമാണ്. മനുഷ്യൻ എപ്പോഴും അത്ഭുതങ്ങളെ ഇഷ്ടപ്പെടുന്നു. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ കഥകളിലൂടെ വിശദീകരിക്കാനുള്ള നമ്മുടെ ജിജ്ഞാസയാണ് മർക്കത്തിനെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത്. മർക്കം ശരിക്കും ഒരു ടൈം ട്രാവലർ ആയിരുന്നോ, അതോ സ്വന്തം പരീക്ഷണശാലയിൽ വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യനോ? ഉത്തരം നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. എങ്കിലും ഒന്ന് സമ്മതിക്കേണ്ടി വരും: ശാസ്ത്രത്തിന്റെ അതിരുകൾ തേടിയുള്ള ആ യാത്ര ഇന്നും ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.